ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിലോ കിച്ചൺ. ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു പുൾമി അപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോ നോക്കി മനസ്സിലാക്കാം. നമുക്ക് പുൾമി അപ്പ് കേക്കാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. അതെങ്ങനെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഇതിൽ കുറച്ച് എൻ്റെ അടുത്ത് ഫാൾട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഒരു ഫാൾട്ടൊന്നും നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് പറഞ്ഞു തരാം. അതിങ്ങനെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണമെങ്കിൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. അതിന് ഞാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ വിസ്ക് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വിസ്ക് പോലെ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ബൗളും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷേ ഗ്ലാസ് ബൗൾ ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്, അത് പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്കിനി ബീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് തന്നെ ഫുള്ളിലിട്ടിട്ട് ഒരിക്കലും ബീറ്റ് ചെയ്യരുത്. ഫസ്റ്റിലൊരു 10 മിനിറ്റ്, സെക്കൻഡിലൊരു 10 മിനിറ്റ്, അങ്ങനെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചറിലും പിന്നെ ഒരു ഫ്ലഫിയൊക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകത്തുമില്ല. അതുകൊണ്ട് നമുക്കത് കൂടുതൽ ടൈം മെൽറ്റ് ആവാതെ കിട്ടുകയും ചെയ്യും. നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോരോ കേക്കിലും വെച്ചിട്ട് അത് ഡെക്കറേഷൻ ചെയ്തിട്ടെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെക്കറേഷനാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുക്കണം. പ്ലേറ്റിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ വക്ക് പൊന്തിയതായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് പേപ്പർ പൊന്തിക്കുമ്പോൾ അത് താഴേക്ക് ഒലിച്ച് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അത് പരത്തി കൊടുക്കണം. അത് ഫുള്ളായിട്ടൊന്നും വേണ്ട, അടിയിലൊന്ന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ എല്ലായിടത്തും റൗണ്ട് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണ്. അതിന് മുമ്പ് നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലായിടത്തും നല്ലോണം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ അമർത്തുമ്പോൾ നമുക്ക് പൊന്തി വരുന്ന ആ രീതി, ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. എന്നാലും നമുക്കൊരു സോഫ്റ്റായിട്ട് നമ്മളെ കേക്ക് കിട്ടും. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് അടുത്ത സ്പോഞ്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം അതേപോലെ തന്നെ ഇനിയും ഇതിനും ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും മറന്നു പോകരുത്. നന്നായിട്ട് കട്ടിയിൽ തന്നെ നമ്മൾ സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുമ്പോഴും തന്നെ നല്ല കട്ടിയിൽ തന്നെ വിപ്പിംഗ് ക്രീം നമ്മൾ ആഡ് ചെയ്തെടുക്കുകയും വേണം. ഒരേപോലെ എല്ലായിടത്തേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കണം, നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരുപോലെ തന്നെ നമ്മൾ 3 ലെയറാണ് നമ്മൾ ഈ കേക്കിന് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാമത്തെ ലെയറും അതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുന്നേ ചെയ്ത് വെച്ച ഗ്ലാസ് പേപ്പർ 3 ഗ്ലാസ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഗ്ലാസ് പോലെയുള്ള ഇൻസുലേഷൻ ടാപ്പ് തന്നെ ഉപയോഗിച്ചിട്ട് 3 നമ്മളൊപ്പം ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഈ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ചുറ്റും ഈ ഗ്ലാസ് പേപ്പർ സെയിം പ്രോസസ്സ് തന്നെ ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് ഇതും ക്രോസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ഒട്ടിക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കറക്റ്റായിട്ട് ഒട്ടിക്കണം. നമ്മൾ വലിക്കുമ്പോൾ പോരുമ്പോൾ ഒന്നാകെ പോരാതിരിക്കാൻ വേണ്ടി അടുപ്പിച്ച് തന്നെ ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം തന്നെ നല്ല ടൈറ്റിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളെ ഗനാഷും വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്യുമ്പോൾ സൈഡിലൂടെ ഒലിച്ച് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അടുപ്പിച്ചിട്ട് നമ്മൾ ഗ്ലാസ് ഒട്ടിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് അല്പം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം നമുക്കത് നന്നായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് വിപ്പ് ചെയ്തിട്ടെടുക്കണം. എല്ലായിടത്തും ഒരേപോലെ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. നമുക്കിനി വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും കൂടെ നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഗനാഷാണ്. വൈറ്റ് ഗനാഷ് നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള ഇതാണ് നമ്മളിത്. ഞാനിതിലേക്ക് വൈറ്റ് ഗനാഷും ഡാർക്ക് ഗനാഷുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഞാൻ ഡാർക്ക് സ്പോഞ്ച് ആയതുകൊണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ 2 കളറേ യൂസ് ചെയ്യണുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വാനില സ്പോഞ്ചൊക്കെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ വേറെ ഏതെങ്കിലും കളറൊക്കെ വേണമെങ്കിൽ വൈറ്റ് ഗനാഷിക്ക് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഫുഡ് കളർ അല്ലെങ്കിൽ അതുപോലെ തന്നെ റോസ്ബെറി റെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അത് വേറൊരു കളറായിട്ട് വരും. ഞാനിവിടെ വൈറ്റ് സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റും ഡാർക്കും മാത്രമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിനി വലിക്കുമ്പോൾ ഇത് നന്നായിട്ട് ഒഴിച്ച് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ ബോൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അടുത്ത് പറ്റിയ ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗനാഷ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അപ്പം തന്നെ നമ്മുടെ ഗ്ലാസ് ഷീറ്റ് പൊന്തിക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ അത് ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴേക്കും കുറച്ച് ഒലിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വേഗം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്ലാസ് ഷീറ്റ് പൊന്തിക്കുകയും ചെയ്തു. ഞാനിതിവിടെ എന്തിനാണ് പറഞ്ഞത് വെച്ചാൽ നിങ്ങളത് ഇങ്ങനെ പോലെ ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റിനേക്കാൾ കൂടുതൽ ഇത് ഒലിച്ച് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറയുന്നത് അതൊരു സംഭവമാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കതിനെക്കുറിച്ചിട്ട് ആ ഫീൽ എന്താണെന്ന് അറിയുള്ളൂ. നമ്മൾ കേക്ക് ഇവിടെ പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പൊന്തിച്ച് നോക്കാം. ഇത് നമ്മളിങ്ങനെ പൊന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഇത് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ പൊന്തിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ള അറിയാം അത് കറക്റ്റായിട്ട് വരില്ലേ, അത് ആകെപ്പാട് ചളമാവോ എന്നൊക്കെയുള്ളൊരു ഫീലിങ്സും ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റേത് ശരിയായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിങ്. അത് എൻ്റേത് ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റായിട്ട് ഇടുകൊണ്ടു. ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവില്ല. അതേപോലെ എൻ്റേത് ശരിയായോ എൻ്റേത് ശരിയായിട്ടില്ലേ എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഫീല്. അത് നിങ്ങൾ പറയണ എൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അതോ കറക്റ്റായിട്ട് വന്നിട്ടില്ലേ എന്നുള്ളത്. ഐസിങ് കറക്റ്റ് ഫിഗറിൽ കിട്ടാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഒരു കോമ്പിനേഷനും കൂടിയാണ്. എന്തായാലും നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതൊരു വേറൊരു ഫീലാണ്. നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫീൽ എന്താണെന്ന് അറിയത്തുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നമുക്കൊരു പാർട്ടിക്കൊക്കെ വേണ്ടി സർപ്രൈസ് വേണ്ടിയിട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നും പറഞ്ഞമാതിരി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.